ഒരു സീസണിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ബേർഡൻ എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നാം പഠിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയം പ്രാപിക്കണം. നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം ഒരുങ്ങുന്നത്. നാം ഇവിടെ 120 വർഷമൊന്നും ജീവിക്കത്തൊന്നുമില്ല. നാളെ അല്ലെങ്കിൽ ഇന്ന് അടുത്ത സെക്കൻഡിൽ നമ്മൾ മരണം സംഭവിച്ചാലും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ ആ ഒരു ബേർഡനിലാണ് ഈ വാക്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഡൈവിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവനാമത്തിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചൊരു കാര്യമായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലാണെന്ന് തോന്നുന്നു, നാം ചിന്തിച്ചൊരു കാര്യം വഴിയരികെ വീണ വിത്തിനെ പറ്റി നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊരു ഇമോഷണൽ ലെവലിലാണ്, ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിലീജിയോസിറ്റി ലെവലിലേക്ക് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ പറ്റിയാണ് നാം അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിരിക്കുന്നത്. നാം ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, രണ്ടാമത്തെ സോയിൽ ടൈപ്പിലേക്കാണ് നാം ഇന്ന് പകൽക്കാലം കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 5-6 വേദഭാഗങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. അതോടൊപ്പം തന്നെ മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളും കൂടെ ചേർന്ന് വായിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Okay, thank you. Some fell on rocky places where it did not have much soil. It sprang up quickly because the soil was shallow. But when the sun came up, the plants were scorched, and they withered because they had no root. And verse 20-21, yet he has no root in himself, but endures only for a while. For when tribulation or persecution arises because of the word, immediately he stumbles. സോ ഈ വാക്യത്തിൽ നിന്ന് വളരെ ശാന്തമായിട്ട് അല്പസമയം സംസാരിക്കുവാൻ വേണ്ടി ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം സ്റ്റാർട്ട് ചെയ്ത ആഴ്ചയിൽ നാം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഗലീലിയൻ ആളുകൾ ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയാണ്, അവർ കൃഷിക്കാരായിട്ടുള്ള ആളുകളായിരുന്നു എന്ന് നാം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സോ ഈ പല കാറ്റഗറി ഓഫ് സോയിലിലൂടെ ആണ് ഇവർ കൾട്ടിവേഷന് വേണ്ടി, ആ സോയിലിലൂടെയാണ് ഇവർ ആ വിത്തുകൾ വിതയ്ക്കുന്നതെന്നൊക്കെ നാം പറയുവാൻ തക്കവണ്ണം ഇടയായി. സോ ഇന്ന് നാം വായിച്ച വേദഭാഗത്തിനകത്ത് കാണുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പാറസ്ഥലത്ത് അല്ലേ? സം ഫെൽ അപ്പോൺ സ്റ്റോണി പ്ലേസസ്, പാറസ്ഥലത്ത് വീണ വിത്തുകൾ. നിങ്ങളുടെ മനസ്സിലൂടെ ആ ഒരു ചിത്രം ഒന്ന് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരുന്നു. നിങ്ങൾ വിചാരിക്കും പാറസ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് പോലെയുള്ള ഒരു മേഖലയിൽ ആ പാറയുടെ മണ്ടയ്ക്ക് പോയി വിത്തിടുന്ന രീതിയിലായിരിക്കാം നാം പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു രീതിയിലല്ല. സോയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയിലുണ്ട്, പക്ഷെങ്കിൽ അതിൻ്റെ അടിയിൽ വളരെ തിക്ക് ലെയർ ഓഫ് ലൈം സ്റ്റോൺ ആണ് ഉള്ളത്. ഇത് കാരണം ആ ഒരു പ്രദേശത്തിന് നല്ല ചൂടുണ്ടാകുമ്പോൾ ഈ സീഡ് വളരുവാൻ ഫേവറബിളായിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വിത്ത് വിതയ്ക്കപ്പെട്ടു, വിത്തിന് അതിൻ്റെ പെർഫെക്റ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയി, ഇത് പതുക്കെ വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിത്രം ഒന്ന് ചിത്രീകരിക്കണം, ഒന്ന് ചിന്തിക്കണം. പക്ഷെങ്കിൽ ഈ ചൂട്, വളർത്തിയ ഈ ചൂട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിന് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് മഴ എന്ന് പറയുന്നത് വളരെ വിരളമായി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. വെള്ളം കിട്ടാതെ ആകുമ്പോൾ ചൂടിൻ്റെ ലെവൽ വർദ്ധിക്കുന്നു. ഈ വന്ന നാമ്പുകളൊക്കെ കെട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശു അവർ ദിവസവും കാണുന്ന അല്ലെങ്കിൽ അവരുടെ സീസണുകളിൽ കാണുന്ന ഒരു പ്രക്രിയ കണ്ടുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കൃഷി ചെയ്യുന്നു, വളരുന്നു, 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പ്രതീക്ഷയോടെ സ്റ്റാർട്ട് ചെയ്ത നാമ്പുകൾ കാണാതെ പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? വചനം ഇവിടെ കേൾക്കുന്നുണ്ട്. ഇവിടെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ പറയുന്നുണ്ട്. ഇവിടെ കേൾക്കുമ്പോൾ ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ടല്ലെങ്കിൽ പോലും 1-2 തുള്ളി കണ്ണുനീരൊക്കെ താഴേക്ക് വീഴുന്ന ഒരു പ്രതിഭാസം. ശേഷം പുറത്തിറങ്ങുന്നുടനെ അല്ല വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ്, അല്ല 1 ആഴ്ച വേണ്ട, 1 ദിവസം കഴിയുന്നു. പിറ്റേ ദിവസം നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നാം എക്സ്പോസ്ഡ് ആകുമ്പോൾ കേട്ട വചനവും മാനസാന്തരവും എവിടെയോ ആയിപ്പോകുന്ന ക്രിസ്തീയ ജീവിതം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെയും ഈ കമ്മ്യൂണിറ്റിയിലും ഇന്ന് കൂടിയിരിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യത്തിലും ഇങ്ങനെയുള്ള മനസ്സുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ ഹൃദയങ്ങളെ, നിലങ്ങളെ ഒരുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട്
അവൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഡ്രെഞ്ച്ഡായിട്ട്, ഹല്ലേലൂയ, ആ കല്ലായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു താഴ്മയുടെ അനുഭവത്തിലേക്ക്, ഒരു വിനയത്തിൻ്റെ അനുഭവത്തിലേക്ക്, വചനം വളരത്തക്ക രീതിയിലേക്കുള്ള ഹൃദയവിശാലതയും ഹൃദയത്തിനുള്ള ആർദ്രതയും പ്രാപിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ബഹുമാനത്തോടും സ്നേഹത്തോടും വേദനയോടും കൂടെ ഞാൻ ഈ സഭയോട് ചോദിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. വചനം കേട്ടു, എത്ര ദിവസമായി നാം ബൈബിൾ വായിച്ചിട്ട്, എത്ര ദിവസമായി നാം ബൈബിൾ വായിച്ചിട്ട് വചനം വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് എ ക്രിസ്ത്യൻ യു ആർ നോട്ട് ഗ്രോയിങ്. വചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ലെന്നുള്ള കാര്യം വളരെ സാവധാനത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഒരു ചെടിക്ക്, ഒരു ക്രോപ്പിന് വെള്ളവും ചൂടും മഴയും ഒക്കെ ആവശ്യമായതുപോലെ തന്നെ ഒരാത്മികനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലും ആത്മാവിൻ്റെ സാന്നിധ്യവും വചനത്താലുള്ള ശുദ്ധീകരണവും വചനത്താലുള്ള കഴുകലും പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ കർത്താവെ വചനം നഷ്ടമായ സാഹചര്യങ്ങളുണ്ട് കർത്താവെ. അങ്ങയുടെ ആത്മാവ് പല സാഹചര്യങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിച്ച ഹൃദയങ്ങളുണ്ട് കർത്താവെ, നിമിഷങ്ങളുണ്ട് കർത്താവ്. എങ്കിലും അവയ്ക്കൊക്കെ കർത്താവ് ചെവി കൊടുക്കാതെ മറുതലിച്ചു പോയ സമയങ്ങൾ കർത്താവെ എൻ്റെ മുമ്പിൽ വന്നു പോയിട്ടുണ്ട് കർത്താവെ. ഹല്ലേലൂയ. വചനം നമ്മോട് ഹൃദയമായി സംസാരിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠം എന്നുണ്ടെങ്കിൽ 24/7 you are living as a Christian. You are in his temple. ഈ മരുയാത്രയിൽ നാം ആയിരിക്കുമ്പോൾ ഞായറാഴ്ച മാത്രമല്ല ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. അവൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് മറഞ്ഞതുകൊണ്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയുകയില്ലെന്നുള്ള ബോധം ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന വണ്ണം നാം പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്പിരിച്വൽ ഇമോഷൻ ഈസ് നോട്ട് സ്പിരിച്വൽ ലൈഫ്. ഈ വൈകാരികമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമല്ല യഥാർത്ഥ ആത്മീക ജീവിതം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഇമോഷണലിസം മാത്രമാണ് ആരാധനകളിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ കേൾക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് ഇപ്പം ചർച്ചകളിലൊക്കെ ആരാധനയുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ സിന്ധു പാഡുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യും. ഞാൻ അതിന് മ്യൂസിക്കിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെങ്കിൽ there must be a boundary. അതല്ല നമ്മളെ ആ ഒരു മൂഡിലേക്ക്, ആ ഒരു ട്രാൻസ്ഫോമിങ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുന്ന ആളുകൾ അധികം എക്സ്പെക്റ്റേഷനോടുകൂടെയാണ് വരുന്നത്. സൗഖ്യം പ്രാപിക്കാം, ഇന്ന് വണ്ടിയെ വന്നു കഴിഞ്ഞാൽ, കാറേ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വചനമല്ല ദൈവവചനം, ഈ ഹോളി ബൈബിള് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. വചനം നമ്മെ ഒരു ഇമോഷണൽ, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകും, നമുക്ക് കണ്ണുനീരൊക്കെ വരുമായിരിക്കും. പക്ഷെ അതിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല ഈ ദൈവവചനം നമുക്ക് നൽകുന്നതെന്നുള്ള കാര്യം നാം മറന്നു പോകാൻ തക്കോണം ഇടയാകരുത്. ഇമോഷൻ ഉണ്ടാകണം തീർച്ചയായിട്ടും, അതോടൊപ്പം തന്നെ എൻഡ്യൂറൻസും അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആത്മീയ ജീവിതം, ഒരു ഡിസൈപ്പിൾഷിപ്പ്, ഒരു ഡെപ്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഫാസ്റ്റ് ഗ്രോത്ത് ഇസ്ന്റ് ഓൾവേസ് റിയൽ ഗ്രോത്ത്. ഒരു ഫാസ്റ്റായിട്ട്, ശരിയാണ്, കർത്താവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, സറണ്ടറിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ സ്പോണ്ടേനിയസ്ലി ആയിരിക്കും നടത്തുന്നത്. പക്ഷെങ്കിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി നാം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് വലിയ അർത്ഥമൊന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നില്ല. ഇന്ന് പകൽക്കാലം ആ ഒരു ഓവർ സ്പിരിച്വൽ എൻതൂസിയാസം ഒക്കെ കാണിക്കുമ്പം നമ്മൾ ഓർക്കണം, ഈ പുറമേ ഉള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ കർത്താവുമായിട്ട് ഒന്നുകൂടെ അലൈൻഡായിട്ട് വചനത്തിൽ വേരുറച്ച് ആത്മീക വർധന പ്രാപിക്കേണ്ടത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാനും വിനയപ്പെടുവാനുള്ള ഹൃദയം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ആവശ്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകാൻ തക്കോണം ഇടയാകരുത്. ഹല്ലേലൂയ. ആ ഒരു റൂട്ടഡ്നെസ്, ഡീപ്പ് റൂട്ടഡ്നെസ് പ്രാപിക്കേണ്ടത്
വളരെ അത്യാവശ്യമാണ്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം കാണുന്നുണ്ട്, ഗിരിപ്രഭാഷണത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് സമൻ. വേറൊരു വ്യക്തിയുണ്ട് അവിടെ, മണലിന്മേൽ അടിസ്ഥാനമിട്ട ഒരു ബുദ്ധിഹീനനായ മനുഷ്യൻ. ആസ് എ ക്രിസ്ത്യൻ, വേർ ആർ യു ബിൽഡിംഗ് യുവർ ക്രിസ്ത്യൻ ലൈഫ്? എവിടെയാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? മണലിന്മേൽ താൽക്കാലികമായിട്ടുള്ള ഈസി ലൈഫിന് വേണ്ടിയാണോ നിങ്ങൾ ക്രിസ്തുവിനെ പിൻപറ്റിയിരിക്കുന്നത്? അതോ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോയാലും അന്ത്യത്തോളം അവനെ നടത്തുവാൻ ശക്തൻ എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണോ, ആ പ്രത്യാശയിലാണോ നാം മുന്നേറുന്നുള്ള കാര്യം നാം ചെക്ക് ചെയ്യേണ്ടത്, ഡെയിലി ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഫാസ്റ്റ് ഗ്രോത്ത് നടന്നില്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ പുറമേ നിന്ന് നോക്കുന്നുണ്ടേ ഇവനെ പോലൊരു ജഡികൻ വേറെ ആരുമില്ലെന്ന് ചിലപ്പോൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഡീപ് വിതിൻ they are taking steps to conform more to the image of Jesus Christ. ചില ആൾക്കാരെ കാണുമ്പം അവന്മാർ അലസരാണെന്നൊക്കെ തോന്നും. പക്ഷെങ്കിൽ നമുക്കറിയത്തില്ല അവർ ആത്മീയ ജീവിതത്തിന് വേണ്ടി അവർ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നാം അറിയുന്നില്ല. സോ മേക്ക് ഷുവർ ആരെയും ജഡ്ജ് ചെയ്യരുത്. ഇന്ന് പകൽക്കാലം നാം ഏവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ആഴെ കുഴിച്ച പാറമേൽ അടിസ്ഥാനമുള്ള ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ കർത്താവേ വർദ്ധിക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങൾ എൻ്റെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു ഇമോഷണൽ ലെവലിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ട് വർക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഇമോഷൻസ് നമ്മളെ ചതിക്കുവാനിടയാകരുത്. നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, നമുക്ക് തോന്നുമായിരിക്കാം ഞാൻ ആത്മീയനാണെന്നുള്ളൊരു ഇമോഷണൽ ലെവൽ, ഒരു പ്രൈഡിലായിരിക്കും നാം ഇന്ന് പകൽക്കാലം പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ റൂട്ടുകൾ ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ഇളക്കി നാം ഒന്ന് ചെക്ക് ചെയ്യണം. കർത്താവേ, ഞാൻ യഥാർത്ഥമായി അങ്ങയിലാണോ ഫൗണ്ടഡ് ആയിരിക്കുന്നത്, അതോ അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിലാണോ ഞാൻ വർദ്ധിക്കുന്നത് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗോഡ് ഈസ് നോട്ട് ഇംപ്രസ്ഡ് ബൈ ഹൗ ഫാസ്റ്റ് യുവർ ഫെയ്ത്ത് ഗ്രോസ്, but by how deeply your life is rooted in him. നിങ്ങൾ എത്രയും വേഗത്തിൽ വളരുന്നു എന്നുള്ള കാര്യമല്ല കർത്താവ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ക്രിസ്തു എന്ന തലയോളം എന്താ പറയുന്നേ, അനുദിനം വളരുക. ഒറ്റ അടിക്ക് ക്രിസ്തു എന്ന തലയോളം വളരാൻ വേണ്ടിയല്ല കർത്താവും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഡെയിലി ബൈ ഡെയിലി കോൺസ്റ്റൻ്റ്ലി നാം ആ ക്രിസ്തു എന്ന തലയോളം വളരേണ്ട ആഗ്രഹം ആസ് എ ക്രിസ്ത്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായങ്ങളൊക്കെ നാം പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സൗഖ്യമാകുന്നു, 5000 പേരെ പോഷിപ്പിക്കുന്നു. അതിനുശേഷം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യു സീക്ക് മീ നോട്ട് ബിക്കോസ് യു സോ സൈൻസ് ബട്ട് ബിക്കോസ് യു ഏറ്റ് യുവർ ഫിൽ ഓഫ് ദി ലോവ്സ്. അപ്പം ശാപ്പാട് കിട്ടിയത് കൊണ്ട് ആണ് നിങ്ങൾ എന്നെ രാജാവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലാതെ നിങ്ങൾ യഥാർത്ഥമായൊരു മാനസാന്തരത്തിലല്ല വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നാം അവിടെ കാണുന്നുണ്ട്. അനീഷോട് പറഞ്ഞ 6-ാമത്തെ അധ്യായം 53-ാം വാക്യത്തിൽ കാണുന്നു, ഈറ്റ് മൈ ഫ്ലഷ് ആൻഡ് ഡ്രിങ്ക് മൈ ബ്ലഡ് എന്നുള്ള കാര്യം, എൻ്റെ ശരീരം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം ആ ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെ പറ്റി പറഞ്ഞപ്പോൾ അവർ ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് അവർ പിന്മാറി പോകുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്റ്റംബിൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒഫൻഡഡായി പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ വചനം കേട്ട് ആ പാറമേൽ തട്ടി വീഴുവാൻ വേണ്ടി അല്ല, പകരം നാം ഒന്നുകൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർന്നിരുന്നുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ ചേർന്ന് പഠിക്കുവാൻ തക്കവണ്ണമുള്ള ഹൃദയമായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ആൻഡ് ദിസ് ക്രിസ്ത്യൻ ദേ ഹാവ് നോ റൂട്ട്. ഇവർക്ക് പെട്ടെന്ന് വചനം കേട്ടു, അവർ സ്പ്രൗട്ട് ചെയ്യാൻ തക്കൊണ്ട് ഇടയായിരുന്നു. പക്ഷേ ആസ് ദേ ഹാഡ് നോ റൂട്ട്, അവർ തകർന്നു പോകാൻ തക്കോണം ഇടയായിത്തീർന്നു. ഷാലോ സ്പിരിച്വാലിറ്റി എന്നുള്ള കാര്യമാണ്. ഷാലോ സ്പിരിച്വാലിറ്റി മേ സർവൈവ് എ സൺഡേ, but it won't survive the storms that they will face in this Christian life. ആരാധനയിൽ വന്നു പോയതിന് ശേഷം ആ ഒരു ഷാലോ ക്രിസ്ത്യാനിറ്റി ചിലപ്പം ഒരു ദിവസം പ്രോഗ്രസ് ചെയ്യുമായിരിക്കും. പക്ഷെങ്കിൽ കർത്താവ് പ്രയാസങ്ങളിലൂടെയും കൂരിരുൾ താഴ്വയിലൂടെ നടത്തുമ്പോൾ അവരുടെ വിശ്വാസം ചോർന്നു പോകുവാൻ തക്കോണം ഇടയായിത്തീരും.
ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ലാസ്റ്റ് പോയിന്റ്, ട്രയൽസ് ടെസ്റ്റ് വാട്ട് ഇമോഷൻസ് കനോട്ട് സസ്റ്റെയിൻ. മാറ്റുരയ്ക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ വചനമൊക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ഒന്നുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയാണ്. ഈ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിനമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഓരോ ദിനത്തിലും ഈ വചനം നാം പ്രാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയാണ് നാം ഈ വചനങ്ങളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. സോ ഈ ഒരു മെൻറ്റാലിറ്റി, ഈ ഒരു സോയിലിനെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നു. എന്താണ്? ഹൃദയകാഠിന്യമുള്ള വിശ്വാസി എന്ന് പകൽക്കാലം ഇതിനെ എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ ഹൃദയത്തിനനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും? ഇന്ന് പകൽക്കാലം എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ ആ വചനവുമായിട്ട് ചേർത്ത് പണിയാൻ നമുക്ക് എങ്ങനെ പറ്റും? ഒന്ന്, യു ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് എ ഹാർഡ് ഹാർട്ട്. നമ്മൾ ആദ്യം തിരിച്ചറിയണം, എൻ്റെ ഹൃദയം കല്ലായിപ്പോയി, എൻ്റെ ഹൃദയം പാറസ്ഥലം പോലെ ആയിപ്പോയി എന്നുള്ള കാര്യം ആദ്യം നാം മനസ്സിലാക്കണം. 2, ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെടണം. ഞാൻ വളരെ വേഗത്തിൽ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2, ദൈവസന്നിധിയിൽ ഒന്ന് ഹംബിൾ ചെയ്യണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഹൃദയകാഠിന്യം വന്നുപോയി, കർത്താവേ എന്നെ ഒന്ന് കർത്താവെ ശുദ്ധീകരിക്കണം കർത്താവ്. 3-ാമതായിട്ട്, ആസ്ക് ഗോഡ് ടു സോഫ്റ്റൻ യുവർ ഹാർട്ട്. കർത്താവെ, എൻ്റെ ഹൃദയത്തെ കർത്താവെ ഒന്ന് പണിയെടുക്കണം കർത്താവെ. എൻ്റെ ഹൃദയത്തെ ഒന്ന് കർത്താവ് ക്രഷ് ചെയ്യണം കർത്താവെ. അങ്ങ് ഏത് രീതിയിലാണോ എന്നെ പറ്റി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് കർത്താവെ എൻ്റെ ഹൃദയത്തെ കർത്താവ് ഒന്ന് മെൻഡ് ചെയ്യണം എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കണം. 4-ാമതായിട്ട്, ലെറ്റ് ദ വേർഡ് കൺഫ്രണ്ട് യു. ഈ ദൈവവചനം വായിക്കുവാൻ തുടങ്ങണം. വചനം വായിക്കുന്ന ഉടനെ ഈ വചനം നമ്മോട് കൺഫ്രണ്ട് ചെയ്യാൻ തക്കോണം ഇടയായിത്തീരും. വചനം കേട്ടിട്ട് ഇവിടെ പറഞ്ഞൊരു വാക്യമുണ്ട്, 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 21-ാം വാക്യത്തിൽ കാണുന്നു, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു എന്ന വാക്യത്തിൽ ഒഫൻഡഡ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ ഒഫൻഡഡ് ആകാതെ പകരം ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയോട് സമർപ്പിക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവ്. വചനം കർത്താവെ എന്നെ കർത്താവ് ഒന്ന് ഉഴുതു മറിച്ച് കർത്താവ് എൻ്റെ ഹൃദയങ്ങളെ ഒന്നുകൂടെ കർത്താവെ ശുദ്ധീകരിക്കണമെന്നുള്ള പ്രാർത്ഥന ഉണ്ടാകണം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, വി ഹാവ് ടു ഒബേ promptly. When God reveals a sin, when God reveals how to change your heart, you should obey to the word of God. വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്ന, വചനത്തിന് മുമ്പാകെ പ്രതികരിക്കുന്ന ഒരു ഹൃദയം നാം പ്രാപിക്കണം. ആൻഡ് സോക്ക് ഇൻ ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ഹൃദയത്തെ കർത്താവെ ഒന്ന് ഡ്രെഞ്ച് ചെയ്യണം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കർത്താവെ ആ കല്ലുകളെ കർത്താവെ അന്ന് നനച്ച് കർത്താവെ ആ കട്ടകളെ കർത്താവെ ഒന്ന് ഉടച്ചുകൊണ്ട് കർത്താവെ എന്നെ ഒന്ന് പണിതെടുക്കണമെന്ന പ്രാർത്ഥന ഉണ്ടാകണം. അവസാനമായിട്ട്, വി ഷുഡ് ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനേക്ക് വേണ്ടി മാത്രം നാം നോക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിൽ മാത്രം ഹൃദയം അർപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the liberty by which Christ has made us free and do not entangled again with a yoke of bondage. സ്വാതന്ത്ര്യത്തിനായ ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കി, ഇനി അടിമനുഖത്തിൽ വീണു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയം കല്ലായി പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്ന് പണിതെടുക്കണം കർത്താവേ, ആ വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവേ, എൻ്റെ ഹൃദയം വീണ്ടും ആ ഹൃദയകാഠിന്യത്തിലേക്ക് പോകാതെ കർത്താവേ അങ്ങയുടെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഗാർഡ് ചെയ്യണമെന്നുള്ള പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ നിറവേറണം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ.